വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഐ ആം ഷഹറൂബ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു മത്തി മുളകിട്ടതുമായിട്ടാണ്. ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 6 പച്ചമുളക് നെടുകെ കീറിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ റോസ്മെൽ മാറുന്നത് വരെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഈ തക്കാളി നന്നായി വെന്തുടയണം. അതിനുവേണ്ടി നമുക്കിത് അടച്ചു വെക്കാം. അപ്പൊ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ റോസ്മെൽ മാറുന്നത് വരെ ഇതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് വാളൻപുളിയുടെ വെള്ളം, ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അല്പനേരം വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അതിന്റെ വെള്ളമാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. മത്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മത്തി തലയെല്ലാം കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വരയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ആഡ് ചെയ്താൽ മതി. ഇനി കറിയിൽ മീന് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയ ഒരു മീൻ മുളകിട്ടതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയ ഒരു മീൻ മുളകിട്ടതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ